ആ സമയത്ത് ഞാൻ പോട്ടെ എന്നുള്ള അനുവാദം ചോദിക്കുന്ന രീതിയിൽ ഒരു അലറിൽ ഒരു ചെറിയൊരു അനക്കം ശബ്ദം ഉണ്ടാക്കി ആ സിംഹം അവിടുന്ന് പോയി. സൗകര്യമായി ഇത് കെട്ടുകഥകളല്ല, ജൽപ്പനങ്ങളൊന്നുമല്ല, പിന്നെന്താണ്, നടന്ന സംഭവങ്ങളാണ്. എന്താ കാരണം? ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ അള്ളാഹുവിൻ്റെ യഖീൻ ഉണ്ടായിരുന്നു, ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഹൃദയത്തിലേക്ക് ഇറങ്ങി. ബഹുമാനപ്പെട്ട സഅദ് നബി വഖാസ് റളിയല്ലാഹുവിൻ്റെ ജമാഅത്ത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിന് മാത്രം യാത്ര ചെയ്യുകയാണ്. അക്കരെ കിടക്കണമെന്നുണ്ടെങ്കിൽ പാലം തകർക്കപ്പെട്ടു, കിടക്കാൻ വേണ്ടി തോണിയോ പായ്ക്കപ്പലുകളോ ഒന്നും ആ ശത്രു പക്ഷക്കാർ അവർ അങ്ങോട്ട് കൊണ്ടുപോയി ചെയ്തു. അക്കരെ കിടക്കാൻ യാതൊരു മാർഗവും ഇല്ല. അവരാലോചിച്ചു എന്ത് ചെയ്യണം. അവർ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു ഏത് രീതിയിൽ കരയിൽ കൂടി കൊണ്ടുവരുത്താൻ കഴിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല കടലിൽ കൂടിയും അഥവാ വെള്ളത്തിൻ്റെ മുകളിൽ കൂടിയും കൊണ്ടുപോകാൻ കഴിവുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞു ബിസ്മില്ലാ പറഞ്ഞുകൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി. താരീഖിന്റെ കിതാബിൽ വരുന്നുണ്ട്, ദജ്ല നദിയുടെ മുകളിൽ കൂടി, ദജ്ല നദിയുടെ മുകളിൽ കൂടി സഹാബാക്കളുടെ സംഘം യാത്ര ചെയ്തുകൊണ്ടിരുന്നു. രണ്ടുപേരായിക്കൊണ്ട് പോയി. അവർ പോകുന്ന വഴിയിൽ അവരെ വാഹനത്തിന്റെ പുറത്ത് എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും സാധനം താഴെ വീണാണെങ്കിൽ അവർ താഴെ ഇറങ്ങിയത് എടുക്കുമായിരുന്നു. എന്നിട്ട് പോലും വെള്ളം നനയൊന്നും ചെയ്യാത്ത രീതിയിൽ അക്കരെ കടന്നു. അക്കരെയുള്ള ഇറാനികൾ ഇത് കണ്ടപ്പോൾ പറഞ്ഞു, ഇത് മനുഷ്യന്മാരല്ല, ഇത് ഭൂതമാണ്, ഇത് മനുഷ്യന്മാരല്ല ഭൂതാണെന്ന് പറഞ്ഞൊരു ഓടി. അള്ളാഹു സുബ്ഹാനഹു ദുനിയാവിൻ്റെ എല്ലാ കാര്യവും എളുപ്പമായി കൊടുത്തു. സൗരന്മാരെ യഥാർത്ഥത്തിൽ ഇതാണ് യഖീൻ എന്ന് പറഞ്ഞത്. ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുകയും കേൾക്കുകയും ചെയ്യേണ്ടത്. അള്ളാഹുള്ള യഖീൻ, അള്ളാഹിനെ കുറിച്ച് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്കും നബിമാർക്കും കിട്ടിയ സഹായങ്ങളെ കുറിച്ച് പറയണം. ഈമാന്റെ നിശാനികളുടെ, ഈമാന്റെ അടയാളങ്ങൾ, ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. ഒരു പ്രാവശ്യം ഒരാൾ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ റസൂലല്ലാഹ് മൽ ഈമാൻ, എന്താ ഈമാൻ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഇദാ സർറത്തുക ഹസനത്തുക വസഅതുക സയ്യിഅതുക ഫഅൻത മുഅ്മിൻ. നീ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നിന്നെ സന്തോഷിപ്പിക്കുകയും നീ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ നിന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നീ മുഅ്മിനാണ്. ഇനി നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കി, നമ്മളൊരു നല്ല കർമ്മം ചെയ്തതിന് ശേഷം, എന്തൊരു നല്ല അമൽ ചെയ്തു, എന്നിട്ട് നമുക്ക് സന്തോഷം വരുന്നുണ്ടോ? എന്തെങ്കിലും ഒരു തെറ്റ് അറിയാതെ ചെയ്തു പോയി, അതിൻ്റെ പേരിൽ സങ്കടം വരുന്നുണ്ടോ? എന്നാൽ അൽഹംദുലില്ലാഹ് ഈമാൻ ഉയർച്ചയുണ്ട്. റമദാനിൽ സാധാരണ ഉണ്ടാവും, ഒരു ഹറാമായ കാര്യം കണ്ടു കഴിഞ്ഞാൽ വേഗം താഴത്തേക്ക് നോക്കും. 4 കാര്യങ്ങൾ ഒരാൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വിജയിക്കാൻ പറ്റും. 4 കാര്യങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റും. അപ്പോൾ പഠിച്ചൂടെ ഇൻഷാ അല്ലാഹ്. 1, ബജാറിൽ കണ്ണിനെ സൂക്ഷിക്കണം. ബജാർ അങ്ങാടികളിൽ പോകുമ്പോൾ എന്തിനെ സൂക്ഷിക്കണം? കണ്ണിനെ സൂക്ഷിക്കണം. 2, സംസാരങ്ങളിൽ നാക്കിനെ സൂക്ഷിക്കണം. നാക്കിനെ സൂക്ഷിക്കണം. നിസ്കാരത്തിൽ ഹൃദയത്തെ സൂക്ഷിക്കണം. സുപ്രയിൽ വയറിനെ സൂക്ഷിക്കണം. ഏതൊക്കെയാണ്? ബജാറിൽ കണ്ണിനെ സൂക്ഷിക്കുക, സംസാരത്തിൽ നാവിനെ സൂക്ഷിക്കുക, നിസ്കാരത്തിൽ ഹൃദയത്തെ സൂക്ഷിക്കണം, സുപ്രയിൽ വയറിനെ സൂക്ഷിക്കണം. ഈ 4 കാര്യങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് വിജയിക്കാൻ പറ്റും. വളരെ എളുപ്പമുള്ളതാണ് ഈമാൻ ഉള്ള ആളുകൾക്ക്. ഈമാൻ ഉള്ള ആൾക്ക് വളരെ എളുപ്പമാണ്, അല്ലെങ്കിൽ പ്രയാസമാണ്. ഒരു മനുഷ്യൻ ഒരു ഹറാമായ കാര്യം കണ്ടു, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മാത്രം ആ കണ്ണിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇമ്പകരമായ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. ഇമ്പകരമായ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും കണ്ണിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ. റമദാന്റെ മാത്രം കിതാബിൽ നോമ്പിന്റെ 6 മര്യാദകൾ പറയുന്നുണ്ട്. നോമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 6 മര്യാദകൾ. അത് ആദ്യം പറയുന്നത് എന്താണ്? കണ്ണിന്റെ നോട്ടത്തെ സൂക്ഷിക്കുക എന്നുള്ളത്. പിന്നെന്താണ്? നാവിനെ സൂക്ഷിക്കാനാണ്. റീബത്ത്, നമീമത്ത്, അല്ലേ, മറ്റുള്ള പരദൂഷണം പറയുക, വഴക്ക് കൂടുക, ഇതൊക്കെ നമ്മൾ നാവുകൊണ്ട് പ്രത്യേകം സൂക്ഷിക്കണം. പ്രത്യേകിച്ച് റമദാൻ ആണെങ്കിൽ പോലും ശരിക്കും ആലോചിച്ച് നോക്കി. പക്ഷെ നമുക്ക് എല്ലാവർക്കും പൊറുത്തിരുമാറാകട്ടെ. ആ തഴീമിൻ്റെ കിതാബിൽ വരുന്നുണ്ട്, ഒരു വെള്ളി പരിശുദ്ധനെ കുറിച്ച് പറയുന്നുണ്ട്. വലിയ തെറ്റായ രീതിയിലായി പറയുന്നുണ്ട്. ഒരു വെള്ളി പരിശുദ്ധൻ, ഒരു വെള്ളി പരീക്ഷ മുതൽ 35 വ്യഭിചാരത്തേക്കാൾ കഠിനമാണ്. എന്നാൽ ഏറ്റവും നീചവും നികൃഷ്ടവുമായ പരീക്ഷ തൻ്റെ മൂമിനായ സഹോദരന് അഭിമാനക്ഷതം വരുത്തലാണ്. ശരിക്കും ആലോചിച്ച് നോക്കി, നമ്മൾ നാവുകൊണ്ട് എന്തെല്ലാം വേണ്ടാത്തത് പറഞ്ഞിട്ടുണ്ടാവും. ഒരു പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സാധാരണ സ്വഹാബാക്കൾ യാത്ര ചെയ്യുന്ന ഇടയിൽ പരസ്പരം അവർ സഹകരിക്കും, അവർ സഹായം ചെയ്യുകയൊക്കെ ചെയ്യും, ഖിദ്മത്ത് ചെയ്യുന്ന പതിവുണ്ട്. ഒരു പ്രാവശ്യം ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിദ്മത്ത് ചെയ്തിരുന്ന ഒരാൾ, അയാൾ ഉറങ്ങി എഴുന്നേൽക്കാൻ വേണ്ടി കുറച്ച് വൈകിപ്പോയി. അപ്പോൾ ഇവർ ചർച്ച ചെയ്ത സമയത്ത് പറഞ്ഞു, അയാൾ വലിയ ഉറക്കക്കാരനാണെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്?
വെറും ഉറക്കക്കാരനാണെന്ന് പറഞ്ഞു, ഒരു തമാശ രൂപത്തിൽ. എന്നിട്ട് അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ചെന്നിട്ട് കുറച്ച് ഇറച്ചി, കുറച്ച് കറി തരാൻ വേണ്ടി പറയണമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ചെന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു, അവർ കറി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്ന് പറയാമെന്ന് പറഞ്ഞു. അവർ കറി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ തിരിച്ചു പറഞ്ഞ സമയത്ത് ഉടൻ അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിന്ന് ഭയപ്പെട്ടു. തിരിച്ച് തങ്ങളോട് ചോദിച്ചു, തങ്ങളെ ഞങ്ങൾ എന്തുകൊണ്ടാണ് കറി ഉണ്ടാക്കിയിട്ടുള്ളത്? അതെ, നിങ്ങളുടെ സഹോദരൻ്റെ മാംസം കൊണ്ട് നിങ്ങൾ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ തങ്ങളെ തങ്ങൾ മാപ്പാക്കണം. പറഞ്ഞു, ഞാനല്ല മാപ്പ് തരേണ്ടത്, മറ്റാരാണ് മാപ്പ് തരേണ്ടത്? നിങ്ങളുടെ ആ സഹോദരൻ്റെ അടുത്ത് പോയിട്ട് മാപ്പ് പറഞ്ഞോളൂ. ഒരു സാധാ രീതിയിൽ കരുതുന്നത് ഉറക്കക്കാരനാണ്, ഒരു വാക്കേ പറയുന്നുള്ളൂ. വളരെ രീതിയിൽ വളരെ സിമ്പിളായി നമ്മൾ കാണുന്നൊരു വാക്ക്, അതിനെപ്പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്ര ഭയങ്കര കഠിനമായ രീതിയിൽ ഉപദേശിച്ചു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഹോദരന്മാരെ നമ്മൾ വാക്കിൽ നാക്കിൽ പ്രത്യേകം സൂക്ഷിക്കണം. നമ്മൾ സംസാരത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകമായ രീതിയിൽ സൂക്ഷിക്കണം. ഗീബത്ത് നമീമത്ത് വരാതെ പ്രത്യേകം സൂക്ഷിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാവശ്യം സഹാബാക്കളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പാപ്പര് എന്ന് പറഞ്ഞാൽ അറിയുമെന്ന് ചോദിച്ചു. എന്താ പാപ്പര് എന്ന് പറഞ്ഞാൽ? പാപ്പര് എന്ന് പറഞ്ഞാൽ ആരാ? പാപ്പര് എന്ന് പറഞ്ഞാൽ ആരാന്ന് ചോദിച്ച സമയത്ത് സഹാബാക്കൾ പറഞ്ഞു, ഞങ്ങൾ മനസ്സിലാക്കിയത് പൈസയും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ട് ആയ ആളുകളെ കുറിച്ചാണ് പാപ്പർ സൂട്ട് എന്ന് പറയുന്നത്, പാപ്പറായി എന്ന് പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു കൊടുത്ത അതല്ല, ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ വെച്ച് കുറേ നിസ്കാരവും നോമ്പും ദിക്റും സലാത്തും നല്ല നല്ല അമലുകളൊക്കെ ചെയ്തുകൊണ്ട് വരും. പക്ഷെ അയാൾ അല്ലെങ്കിൽ ആ സ്ത്രീ അല്ലെങ്കിൽ ആ പുരുഷൻ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും ഗീബത്ത് പറഞ്ഞിട്ടുണ്ടാവും, ആരെങ്കിലും മുതൽ അന്യായമായ രീതിയിൽ കരസ്ഥാക്കിയിട്ടുണ്ടാവും. ഇതിൻ്റെ പേരിൽ ഇദ്ദേഹം ചെയ്ത അമലുകളെല്ലാം അവർക്ക് എടുത്തു കൊടുക്കും. ഇവരടുത്തൊന്നും ബാക്കിയില്ല എന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ ചെയ്ത തെറ്റുകൾ ഇദ്ദേഹത്തിൻ്റെ മേൽ ചുമത്തപ്പെട്ട അവസാനം നല്ല നല്ല അമലുകളും കൊണ്ടുവന്ന് അവസാനം നരകത്തിൻ്റെ കുഴിയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആളാണ് പാപ്പര് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു കൊടുത്തു. അതുകൊണ്ട് സഹോദരന്മാർ, നമ്മളെ വാക്കുകളിൽ ഒരു ഹദീസിൻ്റെ ആശയത്തിൽ വരുന്നുണ്ട്. ഒരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞു, ആ സ്ത്രീ നല്ല നിസ്കാരക്കാരിയാണ്, ഖുർആൻ ഓതുന്നവളാണ്, ദിക്ർ ചെല്ലുന്നവളാണ്, നല്ല നല്ല ഇബാദത്ത് ചെയ്യുന്നവളാണ്. പക്ഷെ അയൽവാസികളുമായി മോശമായ രീതിയിൽ പെരുമാറുന്നവളാണ്. അയൽവാസികളുമായുള്ള പെരുമാറ്റം മോശമായ രീതിയിലാണ്. അവളെക്കുറിച്ച് അറിയിക്കപ്പെട്ടു നരകവാസിയാണ്. എന്നാൽ മറ്റൊരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞു, അവളടുത്ത് കൂടുതലായ ഇബാദത്തൊന്നുമില്ല, കൂടുതൽ സുന്നത്തായ നഫലായ ഇബാദത്തുകളും ദിക്റുകളൊന്നും ഇല്ല. പക്ഷെ അയൽവാസികളുമായി മറ്റുള്ളവരുമായി നല്ല ബന്ധമുള്ളവളാണ്. അവളെക്കുറിച്ച് സ്വർഗവാസിയാണെന്നും അറിയിക്കപ്പെട്ടു. അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ അമലുകൾ നന്നായി ചെയ്യണം. അതുകൊണ്ട് ഈമാന്റെ അടയാളങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോയെന്ന് നമ്മൾ പരിശോധിക്കണം. ഈ പറയപ്പെട്ട കാര്യങ്ങൾ 4 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതാണ്. ഈ പറയപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ആ ഈമാനിൻ്റെ യഖീനായ കാര്യം ഉറപ്പാണോ, എൻ്റെ ഹൃദയത്തിലേക്ക് കയറിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ പരിശോധിക്കുകയും അത് ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം. യഖീൻ ചെയ്യാൻ വേണ്ടി 2ാമത്തെ ഭാഗം പറയുന്നുണ്ട്, ത്യാഗം. പ്രയാസങ്ങൾ വരുന്ന സമയത്ത് സഹിക്കാൻ തയ്യാറാണ്. ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾക്ക് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പരിശ്രമത്തിൽ പല രീതിയിലുള്ള ത്യാഗങ്ങൾ, കഷ്ടപ്പാടുകൾ, വ്യസനങ്ങൾ, ബുദ്ധിമുട്ടുകൾ വന്നു. ആ സമയത്ത് അവർ സഹിക്കാൻ തയ്യാറായി, ക്ഷമയോടുകൂടി സഹിക്കാൻ തയ്യാറായി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനിലെ യഖീനിലെ ഉയർച്ചയ്ക്ക് കാരണമാക്കി തീർത്തു. പക്ഷെ നമ്മളെ വലിയ രീതിയിൽ കഷ്ടപ്പെടുത്തൂല. വലിയ രീതിയൊന്നും കഷ്ടപ്പെടുത്താൻ അള്ളാഹു സുബ്ഹാനഹു നമ്മളെ മെനക്കാടൂല. ഒരു കുഞ്ഞിച്ചട്ടി എടുത്ത് മേടി നോക്കുന്നതും അതേപോലെ തന്നെ ഒരു അലുമിനിയത്തിൻ്റെ ചട്ടിയിൽ മേടുന്ന ഒരേ രീതിയിലാണോ? അല്ലേ? അലുമിനിയത്തിൻ്റെ ചട്ടി മേടി നോക്കിയിട്ട് കേടാണോ നോക്കുന്നതും അതേപോലെ ഒരു ചട്ടി എടുത്ത് മേടിയാലോ, മണ്ണിൻ്റെ ചട്ടി എടുത്ത് മേടിയാൽ അത് പൊട്ടിപ്പോവും. സഹാബാക്കളെ പരീക്ഷിച്ച പോലെ പരീക്ഷണങ്ങളൊന്നും നമുക്കാർക്കും തരൂല. നമുക്ക് ചെറിയ രീതിയിൽ പരീക്ഷണങ്ങളെ വരുള്ളൂ. പക്ഷേ ഈ പരീക്ഷണങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ നന്മക്കാണ്, ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്, ഖൈറിന് വേണ്ടിയിട്ടാണ്, നമ്മൾ യഖീൻ ഉയരാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹുവിലേക്ക് യഖീൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് മാറാകട്ടെ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ആ വഴിയിൽ മാത്രമേ വിജയമുള്ള ഒരു യഖീൻ നമ്മുടെ ഹൃദയത്തിനുള്ളിലേക്ക് വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി കലിമ ഹൃദയത്തിനുള്ളിലേക്ക് ഇറങ്ങണം. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് രണ്ടാമത്തെ പാട്ട് എന്താണ്? മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയിൽ മാത്രമേ വിജയമുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുന്ന ഹൃദയത്തിൽ. സഹാബാക്കൊക്കെ ഉറപ്പുണ്ടായിരുന്നു. ഒരാവശ്യം
കുറെ തീ പടർന്നു പിടിക്കാൻ വേണ്ടി തുടങ്ങി. മദീനയിൽ തീയും പടർന്നു പിടിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ അബൂദർ റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ വീടിന് തീ പിടിച്ചു എന്ന് പറഞ്ഞു. അബൂദർ റളിയല്ലാഹു പറഞ്ഞു, എൻ്റെ വീടിന് തീ പിടിക്കൂല. 2-3 ആളുകൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വീടിന് തീ പിടിച്ചു. എൻ്റെ വീടിന് തീ പിടിക്കൂല എന്ന്. കുറെ കഴിഞ്ഞ് 4ാമത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, എല്ലാ വീടിനും തീ പിടിച്ചു, നിങ്ങളെ വീടിന് മാത്രം തീ പിടിച്ചിട്ടില്ല. എന്നിട്ട് ചോദിച്ചു, നിങ്ങളെന്താ ഇങ്ങനെ പറയാൻ കാരണം? നിങ്ങളെ വീടിന് തീ പിടിക്കൂല അത്ര ധൈര്യത്തിൽ പറയാൻ കാരണം എന്താണ്? അബൂദർ റളിയല്ലാഹു പറഞ്ഞു, എൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എനിക്കൊരു ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരാൾ രാവിലെ ആ ദുആ ചൊല്ലുകയാണെങ്കിൽ വൈകുന്നേരം വരെ എല്ലാ രീതിയിലുള്ള അപകടത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കും. പ്രത്യേകിച്ച് തീ പോലുള്ള അപകടത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കും. ഏതാ ദുആ എന്നറിയോ? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത അലൈക തവക്കൽതു വ അൻത റബ്ബുൽ അർശിൽ അദീം മാ ഷാ അല്ലാഹു കാൻ എന്ന് തുടങ്ങുന്ന ആ ദുആ ഞാൻ രാവിലെ ചൊല്ലിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ വീടിന് തീ പിടിക്കൂല. അതാരാ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞ ആ കാര്യത്തിൽ ഉറപ്പാണ്. സഹാബാക്കൾക്ക് ഒരു സംശയവും ഇല്ലായിരുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ നമ്മുടെ ഹൃദയത്തിലേക്കും ഈ യഖീൻ ഉണ്ടാക്കി തീർക്കണം. അള്ളാഹിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പൂർണ്ണമായ സത്യമാണ്, ഹക്കാണ്, ബോധ്യമായി തീരണം. ഹൃദയത്തിനുള്ളിലേക്ക് ഇറങ്ങണം. അല്ലാഹു സുബ്ഹാനഹു തൗഫീഖുൽ മറാട്ട്. ആ വിശ്വലദാസങ്ങളെ ആ പൂർണ്ണമായും പിൻപറ്റി ജീവിക്കാനുള്ള നല്ല തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. അപ്പൊ ഈമാന് ശേഷം 2ാമത്തെ കാര്യം എന്താണ്? നിസ്കാരം എന്താണ് യഥാർത്ഥത്തിൽ? അള്ളാഹുവിന്റെ ഖുദ്റത്തിൽ നിന്നും കാര്യങ്ങൾ നേരിട്ട് നേടിയെടുക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പനകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചെന്ന രീതിയിൽ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ അമലാണ് നിസ്കാരം. അള്ളാഹിന്റെ ഖുദ്റത്തിൽ നിന്ന് കാര്യങ്ങൾ നേരിട്ട് നേടിയെടുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പനകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച കുറേ വഴികളുണ്ട്. അതിൽ ഏറ്റവും അടിസ്ഥാനപരവും പ്രധാനപ്പെട്ട ഒരു വഴിയാണെന്ത്? നിസ്കാരം. സഹാബാക്കൾ നിസ്കരിച്ചു, 2 റകഅത്ത് നിസ്കരിച്ചു, അള്ളാഹുവിന് ദുആ ചെയ്തു. ആ സ്ഥലത്ത് തന്നെ, അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് തോട്ടത്തിന് മഴ പെയ്തു. ഒരു സഹാബി നിസ്കരിച്ചു, അള്ളാഹുവിനോട് ദുആ ചെയ്തു, അമ്മ യുജീബുൽ മുദ്തറ ദുആ പറഞ്ഞു. ഒരാള് പിന്നെ പെട്ടെന്ന് കുന്തം കൊണ്ട് ഒരാൾ വന്നു ആ ശത്രുവിനെ കുത്തി കൊലപ്പെടുത്തി. നിസ്കാരത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൈബിയാരിയ സഹായങ്ങൾ വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആൻ ഷരീഫിൽ ആയത്ത് ഓതും, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വ. എന്നിട്ട് അവരോട് പറയും, നിങ്ങൾ നിസ്കാരത്തിൽ ശ്രദ്ധിക്കാൻ, നിങ്ങളുടെ കുടുംബത്തോട് നിങ്ങളെ കൽപ്പിക്കുന്നത് നിസ്കാരത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടി പോകും. അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. റമദാനാണെങ്കിലും റമദാനാണെങ്കിലും അല്ലെങ്കിലും ശരി, നിസ്കാരത്തിന്റെ കാര്യത്തിൽ പ്രത്യേകമായി സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഒരു സമയത്തും 2 വക്ത് നിസ്കാരം കൂട്ടി വെക്കുന്ന ഒരവസ്ഥ വരാൻ പാടില്ല. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ നിസ്കരിക്കുന്ന രീതി ഉണ്ടാക്കി തീർക്കണം. നിസ്കാരം ശരിയാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അതിൻ്റെ പേരിൽ മഷ്ക് നടത്തും. നിസ്കരിക്കുമ്പോഴേ നിസ്കാരത്തിന്റെ ഫലായിലുകൾ മനസ്സിലാക്കണം. നമ്മൾ നിസ്കരിച്ചാൽ കിട്ടുന്ന കൂലി, ജമാഅത്തായി പുരുഷന്മാർ പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ കിട്ടുന്ന കൂലി, ഇതിന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തയ്യാറാണ്. അതിന്റെ മസലകളും പഠിക്കണം, അല്ലേ? മസലകൾ പഠിക്കണ്ടേ? ഓരോ മസലകളും പഠിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. സുജൂദ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈയിന്റെ കാലൊക്കെ എവിടെയാണ് വെക്കേണ്ടത്? നിസ്കാരത്തിന്റെ സമയത്ത് നമ്മൾ നോട്ട് എങ്ങോട്ടാണ്? ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ശരിക്കും പഠിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കണം. നമ്മൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയാക്കി തീർക്കണം. ഒരാൾ നിസ്കാരം ശരിയായി കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ ശരിയായി തീരും. ഒരാളെക്കുറിച്ച് പറഞ്ഞു, അയാൾ രാത്രി മുഴുവൻ നിസ്കരിക്കുന്നുണ്ട്, രാവിലെ ആകുമ്പോൾ അയാൾ കളവിന് വേണ്ടി പോവുകയാണ്, മോഷ്ടിക്കാൻ വേണ്ടി പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ അറിയിച്ചു കൊടുത്തത്? അദ്ദേഹത്തിന്റെ നിസ്കാരം ആ കളവിന്നും അദ്ദേഹത്തിന്റെ ആ തെറ്റായ രീതിയിൽ നിന്നും മാറ്റിക്കൊള്ളുന്നു. നിസ്കാരം ശരിയായ രീതിയിലാണെങ്കിൽ. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിസ്കാരമെല്ലാം നിന്ദ്യവും നീചവുമായ കാര്യങ്ങളെ തടയുന്നതാണ്. തടഞ്ഞിട്ടില്ലെങ്കിലോ എന്ന് ചോദിച്ചു. എന്നാൽ നിസ്കാരമല്ല എന്നാണ്. തെറ്റായ കാര്യം തടഞ്ഞിട്ടില്ലെങ്കിൽ നിസ്കാരമല്ല. ഒരാൾ ഗൂഡല്ലൂരിൽ ഇങ്ങനെ പോവാണ്, ഗൂഡല്ലൂർ കൂടി ഇങ്ങനെ പോയിട്ട് വഴിക്കടവിന്റെ ചുരമൊക്കെ ഇങ്ങനെ കയറി ഗൂഡല്ലൂർക്ക് കയറുകയാണ്. കുറേ ചുരമുണ്ട്, ചുരത്തിൽ കുറേ ഹെയർപിൻ വളവുകളുണ്ട്. വളവെത്തുമ്പോൾ എന്ത് പറഞ്ഞു?
ഡ്രൈവർ പറയാം എല്ലാവരും ഇനി ഇറങ്ങിക്കോളൂ, ഇനി എല്ലാവരും കൂടി നമുക്ക് പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു വെക്കാം, അങ്ങനെ പറയലാണോ? പിന്നെന്താ ചെയ്യുക? ഡ്രൈവർ സ്റ്റയറിംഗ് പിടിച്ചിട്ട് നല്ലോണം തിരിക്കുവല്ലേ.